ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ആനുവൽ എക്സാം 2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്? വിറകടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? എന്താണ് അതുകൊണ്ട് ഉള്ള ഗുണം എന്താണ്? ഓക്സിജൻ ഈസ് നെസസറി ഫോർ ബേണിംഗ്. ഫോർ ഗിവിംഗ് മോർ ഓക്സിജൻ എയർ ഈസ് ബ്ലോൺ ത്രൂ എ പൈപ്പ്. വിറക് കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതിക്കൊടുക്കുമ്പോൾ ഓക്സിജൻ ലഭ്യമാക്കുകയും അടുപ്പ് ശരിയായ രീതിയിൽ കത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തേത്, എയർ ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ്. റൈറ്റ് എ എക്സ്പെരിമെൻറ്റ് നോട്ട്. കത്താൻ വായു ആവശ്യമുണ്ടോ? ഒരു പരീക്ഷണ കുറിപ്പ് എഴുതുക. അപ്പോൾ നമ്മൾ മോഡൽ പേപ്പർ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ പരീക്ഷണ കുറിപ്പ് എഴുതേണ്ടത് എന്ന് നോക്കുക. എയിം എന്താണ്? ടു പ്രൂവ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. മെറ്റീരിയൽസ് റിക്വയർഡ്, കാൻഡിൽസ്, ഗ്ലാസ്. പ്രൊസീജിയർ, take 2 candles of the same size, light both the candles, cover one of them with a glass, observe both the candles. Observation എന്താണ്? The candle flame is put out when it is covered with a glass. Inference, air is necessary for the burning of all substances. When the candle light is covered with the glass, the air present in it is completely exhausted. Hence, the candle flame is put out. അപ്പോൾ എന്താണ് എയിം? ലക്ഷ്യം എന്ന് പറയുന്നത് കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിക്കുക എന്നതാണ്. ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ മെഴുകുതിരികൾ, ഗ്ലാസ്. നടപടിക്രമം, ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ചു വെക്കുക, ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. നിരീക്ഷണം എന്താണ് നമുക്ക് കാണാൻ കഴിയുക കൂട്ടുകാരെ? ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ മെഴുകുതിരി ജ്വാല കെടുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ അനുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിഗമനം എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ് എന്നതാണ്. മെഴുകുതിരി ജ്വാല ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ വായു സഞ്ചാരം തടസ്സപ്പെടുകയും മെഴുകുതിരി കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് മെഴുകുതിരി അണഞ്ഞു പോകുന്നത്. അപ്പോൾ കത്താൻ ഓക്സിജൻ ആവശ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ പരീക്ഷണ കുറിപ്പ് എക്സ്പെരിമെൻ്റ് നോട്ട് എഴുതേണ്ടത്. മൂന്നാമത്തേത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഫോക്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് ഫോർ ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘുകുറിപ്പ് തയ്യാറാക്കുക. അഥവാ പുഴുക്കൾ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആൻസർ എഴുതാം. Insects play a major role in keeping the balance of the ecosystem. They keep the surroundings clean by eating dead creatures and food wastes. There are many creatures that feed on insects. They cannot exist without insects. The insects that grow from worms pollinate many flowers. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പുഴുക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും ഭക്ഷിച്ചു അവ പരിസരം വൃത്തിയാക്കുന്നു. പുഴുക്കളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. പുഴുക്കളില്ലാതെ അവക്ക് നിലനിൽപ്പില്ല. പുഴുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ പുഴുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്കിൻ? ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ദ സ്കിൻ ഈസ് ദ ഓർഗൻ ദാറ്റ് ഹെൽപ്പ് us ടു റെക്കഗ്നൈസ് ബൈ ടച്ച്. The skin helps us to feel sensation like hot and cold. It covers and protects our body. It prevents pathogens from entering the body. അഥവാ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന്
സിൽക്കിന് പങ്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്കിന്നിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. 5. ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദ ക്രിയേച്ചേഴ്സ്? കണ്ണിൻ്റെ സവിശേഷതകൾ എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത്? Animals with eyes on the front of their heads are able to precisely understand the position and distance of the objects. This peculiarity of animals like tigers and lions help them to catch their prey. Animals with eyes on the sides of their heads are able to see both the sides. These features helps animals like deer and rabbit escape from their predators. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ ഇരുവശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു. മാന്, മുയല് തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ജീവികൾക്കും ഓരോ രീതിയിലുള്ള കണ്ണിൻ്റെ പൊസിഷൻസ് ഉള്ളത്. 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് പ്ലാന്റ്സ് ഇൻ അവർ സ്കൂൾ ആൻഡ് ഹോം? നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് ഗുണങ്ങൾ? അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ ഗുണങ്ങളും ചോദിക്കാവുന്നതാണ്. വേസ്റ്റ് ഡിസ്പോസലാണ്, എനർജി പ്രൊഡക്ഷൻ, അവൈലബിലിറ്റി ഓഫ് മാനർ, പൊല്യൂഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ ഉൽപാദനം, വളം ലഭ്യത, മലിനീകരണം കുറക്കാൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. 7ാമത്തേത്, വാട്ട് ആർ ഫോസിൽ ഫ്യൂവൽസ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നാൽ എന്ത്? Fossil fuels are formed from the remains of living organisms that existed on Earth millions of years ago. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പം പറയാം ഫോസിൽ ഇന്ധനത്തിന് എക്സാമ്പിളൊക്കെ എഴുതാൻ വേണ്ടി പറയാം. കൽക്കരി, പെട്രോളിയം എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 8ാമത്തേത്, വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ദ ടാഡ്പോൾസ് ഹാവ് ഫോർ ലിവിങ് ഇൻ വാട്ടർ? ജലത്തിൽ ജീവിക്കുന്നതിന് വാൽമാക്രിക്ക് എന്തെല്ലാം അനുകൂലനങ്ങളാണ് ഉള്ളത്? Tadpoles is an amphibian that lives in water. Tadpoles breathe through gills. Tadpoles hatch without limbs, but they develop hind legs first allowed by front legs. Tadpoles move through the water with the help of their tail. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് വാൽമാക്രി. ചെകിളകളുടെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. വളർച്ചയെത്തുന്നതുവരെ ഇവർക്ക് കൈകാലുകൾ കാണപ്പെടാറില്ല. വാലുകളുടെ സഹായത്തോടെയാണ് ജലത്തിൽ കൂടി സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾഡ് ഇൻ പ്ലേസസ് ലൈക്ക് രാമക്കൽമേട്, കഞ്ചിക്കോട് ആൻഡ് അട്ടപ്പാടി? കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കാനുള്ള അനുകൂലനങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ചോദിക്കാം. These areas experience strong and consistent wind essential for efficient wind energy generation. The hilly terrain and open landscapes in these regions also contribute to the ideal conditions for wind farms. ഈ പ്രദേശങ്ങളിൽ ശക്തമായതും സ്ഥിരതയുള്ളതുമായ കാറ്റ് അനുഭവപ്പെടുന്നു. നിലക്കാത്ത ഈ കാറ്റ് ഊർജ്ജ ഉൽപാദനത്തിന് അത്യാവശ്യമാണ്. ഈ പ്രദേശങ്ങളിലെ മലനിരകളും തുറന്ന ഭൂപ്രകൃതിയും കാറ്റാടിപ്പാടങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യമാണ് അവസാനത്തെ ചോദ്യം. ഹൗ ഡിഡ് ദ വോം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ? അപ്പോൾ നമ്മൾ പറഞ്ഞു മാങ്ങൊക്കെ നമ്മൾ എന്താണ് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുഴു കാണാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മാമ്പഴത്തിൻ്റെ ഉള്ളിൽ പുഴു വരുന്നത്? ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് മാഗി ഗ്രോത്ത്, fruits and a fly pierce the outer skin of the mango with a needle-like organ and deposit their eggs inside the mango. As the mango ripens, these eggs hatch and their larvae feed on the fleshy part. These are the works seen when cutting a mango. മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിലെ പഴ ഈച്ചകൾ മാങ്ങയുടെ പുറന്തോലിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി
മുട്ടകൾ മാങ്ങക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. മാങ്ങ പാകമാകുന്നതോടെ മുട്ടകൾ വിരിഞ്ഞു അവയുടെ ലാർവകൾ മാംസമായ ഭാഗം ഭക്ഷിച്ചു വളരുന്നു. ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ കാണുന്ന പുഴുക്കൾ. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സും കൂടെ നിങ്ങൾ നോക്കണം. എല്ലാവർക്കും എന്തായാലും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ റെഫർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.